ഇപ്പോൾ യഥാർത്ഥത്തിൽ വണ്ണം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ആഹാരം നിയന്ത്രിക്കുക എന്നതല്ല. അത് യൂട്യൂബോ സോഷ്യൽ മീഡിയയോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ നോക്കിയിട്ട് അതിൽ ആൾക്കാർ എന്തു പറയുന്നു, ആൾക്കാർ എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കുന്നത്, എളുപ്പത്തിൽ എങ്ങനെ ശരീരഭാരം കുറയ്ക്കാം, ഒരാഴ്ചയിൽ എത്ര കിലോഗ്രാം കുറയും എന്ന് നോക്കിയിട്ട് അത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരും സ്ത്രീകളും പുരുഷന്മാരുമാണ് ഇന്ന് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് പലപ്പോഴും നമ്മൾ ഉൾപ്പെടെയുള്ള ഒത്തിരി ഡോക്ടേഴ്സ് ഫേസ് ചെയ്യേണ്ടിയും വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരാളിന് ശരീരഭാരം കൂടുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അവരുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഊർജ്ജത്തിൻ്റെ അളവ് കൂടുതലും അവരുടെ ശരീരത്തിൽ നിന്നും അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്, അതായത് ഊർജ്ജം കത്തിച്ച് കളയുന്നതിൻ്റെ അളവ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ശരീരത്തിൽ അത് സ്റ്റോർ ചെയ്യപ്പെടും. ഈ സ്റ്റോർ ചെയ്യപ്പെടുന്നതിൻ്റെ അളവ് കുറയ്ക്കുക, ശരീരത്തിൽ കൂടുതൽ ഊർജ്ജം കത്തിച്ച് കളയുക എന്ന ബേസിക് ആയിട്ടുള്ള മാർഗം സ്വീകരിച്ചാൽ തന്നെ വണ്ണം കുറയും. എന്നാൽ ആ ഒരു കാര്യം ചെയ്യുന്നതിന് പകരം ആൾക്കാർ ഡയറ്റിന് പുറകെ പോകുമ്പോൾ ഓരോരുത്തരുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം പോലും നോക്കാതെയാണ് അത്തരക്കാർ ഡയറ്റിങ്ങിന് വേണ്ടി ഇറങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള കീറ്റോ ഡയറ്റ് കാണാം, ഇല്ലെങ്കിൽ മെഡിറ്ററേനിയൻ ഡയറ്റ് കാണാം, ഇല്ലെങ്കിൽ ഷുഗർ ഡയറ്റ് അല്ലെങ്കിൽ ഫ്രൂട്ട് ഡയറ്റ്, ഇങ്ങനെയുള്ള ഡയറ്റുകളുടെ പുറകെ പോകുന്നവരുണ്ട്. പലതരത്തിലുള്ള ഫാസ്റ്റിംഗ് മെത്തേഡ്സ് നോക്കുന്നവരുണ്ട്. ഇതെല്ലാം അവർക്ക് ആദ്യത്തെ ഒരു കുറച്ച് ദിവസത്തേക്ക് ഒരു നല്ല റിസൾട്ട് നൽകുന്നത് കൊണ്ട് തന്നെ ഇവയ്ക്ക് വലിയ തോതിലുള്ള പ്രചാരവും കിട്ടുന്നു. എന്നാൽ താരതമ്യേന മറ്റു ഹെൽത്തി ഡയറ്റുമായി നോക്കുന്ന സമയത്ത് ഇവയുണ്ടാക്കുന്ന കോംപ്ലിക്കേഷനെ പറ്റി, ശരീരത്തിലുണ്ടാക്കുന്ന സൈഡ് എഫക്റ്റുകളെ പറ്റി ആരും പറയുന്നുമില്ല. അത് ഒരിടത്തും തിരിച്ചറിയപ്പെടുന്നുമില്ല. അത് കാരണം എന്ത് സംഭവിക്കും? അറിയാതെ കിണറ്റിലേക്ക് എടുത്ത് ചാടിയിട്ട് തിരിച്ച് എങ്ങനെ കയറണം എന്നറിയാതെ കൈകാലിട്ടടിക്കുന്ന, വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെയാണ് നമുക്കിന്ന് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരഭാരം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ആഹാരത്തിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടണം. നമ്മുടെ ശരീരത്തിൽ എത്തുന്ന പ്രധാനപ്പെട്ട പോഷക ഗുണങ്ങളുള്ള ആഹാരങ്ങൾ കുറഞ്ഞു പോവുകയും ചെയ്യരുത്. അതോടൊപ്പം തന്നെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള അമിതമായിട്ടുള്ള കൊഴുപ്പിൻ്റെ അളവ് നിയന്ത്രിക്കുകയും വേണം. അതിന് വ്യായാമവും ഡയറ്റും കൂടി ചേർന്നിട്ടുള്ള ഒരു മാർഗ്ഗമാണ് പ്രധാനം. പലരുടെയും ശരീരത്തിൽ വണ്ണം കൂടുന്നതിന് ഹോർമോണുകളുടെ വ്യതിയാനം പ്രധാന കാരണമാണ്. ഉദാഹരണത്തിന് തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യത്യാസമുണ്ട്, അതേപോലെ പാൻക്രിയാസിൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള അവസ്ഥകളുണ്ട്, കരളിൻ്റെ പ്രവർത്തനത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ട്, ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ, അമിതമായിട്ടുള്ള സ്ട്രെസ്സ് കൊണ്ടുള്ള കാരണങ്ങളുണ്ട്. ഇതൊന്നും നോക്കാതെ സോഷ്യൽ മീഡിയയിലുള്ള ഡയറ്റ് എടുക്കുമ്പോൾ പലപ്പോഴും അവർക്ക് ആദ്യം വരുന്ന സൈഡ് എഫക്ട്സ് ആയിരിക്കും. പലപ്പോഴും അമിതമായിട്ടുള്ള മുടി പൊഴിച്ചിൽ, അമിതമായിട്ടുള്ള ക്ഷീണം, ശരീരത്തിന് തളർച്ച, സ്കിന്നിൽ വരുന്ന ചേഞ്ചസ്, ഇതെല്ലാം തന്നെ പലപ്പോഴും ഈ ഡയറ്റിൻ്റെ തുടക്കത്തിലുള്ള സൈഡ് എഫക്ട്സ് ആണ്. ക്രമേണ എല്ലുകൾക്ക് വരുന്ന പ്രോബ്ലം, കിഡ്നിയിൽ വരുന്ന കല്ലുകൾ, ആന്തരിക അവയവങ്ങൾക്ക് വരുന്ന പ്രോബ്ലംസ്, അൾസർ പോലുള്ള പ്രോബ്ലംസ്, കരളിനകത്ത് വരുന്ന നീർക്കെട്ട്, ഇതെല്ലാം പല ഡയറ്റുകളുടെയും ഭാഗമായിട്ട് ഇന്ന് കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും ഇത് സാധാരണക്കാർ, ഈ ഡയറ്റ് എടുക്കുന്ന ആൾക്കാരോ സോഷ്യൽ മീഡിയയിലോ ഇതിൻ്റെ സൈഡ് എഫക്ട്സിനെ പറ്റി പറയാറില്ല. പലപ്പോഴും ഇതിൻ്റെ ഗുണങ്ങൾ മാത്രം കണ്ടിട്ടായിരിക്കും ആൾക്കാർ ഇതിലേക്ക് വരുന്നത്. എപ്പോഴും ചെയ്യേണ്ട ഡയറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു ഡോക്ടറുടെ നിയന്ത്രണത്തിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരപ്രകൃതി നോക്കി നിങ്ങളുടെ രക്തപരിശോധന നടത്തി മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്.